ആസാദ് റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് 2021 പർച്ചേസ് ചെയ്യൂ, ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ. ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ്, ആസാദ് ടവർ, താഴെപ്പാലം, തിരൂർ. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിൽ സംസ്ഥാനത്തെ പോലീസ് വകുപ്പ് ഏറെ മുന്നിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തിരൂരിൽ സജ്ജമാക്കിയ ജില്ലാ ഫോറൻസിക് സയൻസ് ലാബോറട്ടറി മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. 1,25,00,000 രൂപ ചെലവഴിച്ചാണ് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ ഫോറൻസിക് ലാബ് സജ്ജമാക്കിയത്. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കേസുകൾ അന്വേഷിക്കുന്നതിൽ സംസ്ഥാനത്തെ പോലീസ് വകുപ്പ് ഏറെ മുന്നിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തിരൂരിൽ നിർമ്മാണം പൂർത്തീകരിച്ച ജില്ലയിലെ ആദ്യ ഫോറൻസിക് സയൻസ് ലാബ് ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിംഗ് വഴി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏതെങ്കിലും ഒരു പ്രദേശത്ത് പോലീസിന്റെ അടുത്ത് പോയി പരാതിപ്പെടാൻ പ്രയാസപ്പെടുന്നുവെങ്കിൽ അങ്ങോട്ട് ചെന്ന് അവർക്ക് പരാതി ഉന്നയിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുക. അതിന്റെ ഭാഗമായിട്ടായിരുന്നു പഞ്ചായത്തുകളിൽ നിശ്ചയ ദിവസങ്ങളിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ എത്തണമെന്നും പരാതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വീകരിക്കണമെന്നും കണ്ടിട്ടുണ്ട്. സ്ത്രീകളുടെ പ്രത്യേക സുരക്ഷ മുൻനിർത്തിക്കൊണ്ടാണ് പിങ്ക് പോലീസ് സംവിധാനം വലിയ തോതിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ പുതിയ പോലീസ് സ്റ്റേഷൻ കെട്ടിടങ്ങൾ ഉൾപ്പെടെ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളാണ് സംസ്ഥാനത്തുണ്ടായിട്ടുള്ളത്. കുറ്റകൃത്യം നടന്ന സ്ഥലങ്ങളിൽ നിന്ന് ശാസ്ത്രീയമായ തെളിവെടുപ്പിന് എല്ലാ ജില്ലകളിലും ഫോറൻസിക് ലാബുകൾ സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് സർക്കാർ ഉള്ളത്. ഇതിന്റെ ഭാഗമായാണ് തിരൂർ ഉൾപ്പെടെ ജില്ലാ ഫോറൻസിക് ലാബുകൾ നിലവിൽ വരുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കുറ്റവാളിക്ക് ശിക്ഷ ഉറപ്പാക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് തെളിവുകളുടെ കൃത്യമായ ശേഖരണം. ഇക്കാര്യത്തിൽ പോലീസിനെ സഹായിക്കുന്നത് വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഫോറൻസിക് സയൻസ് ലാബ് സംവിധാനമാണ്. കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ തെളിവ് ശേഖരിക്കുന്നതിനായി ജില്ലാടിസ്ഥാനത്തിൽ ഇപ്പോൾ ഫോറൻസിക് സയൻസ് ലാബോറട്ടറികൾ സ്ഥാപിച്ചു വരികയാണ്. എറണാകുളം റൂറൽ ജില്ലയിലെ മലപ്പുറത്തെയും ജില്ലാതല ഫോറൻസിക് ലാബോറട്ടറികൾ ഇന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായി പോലീസിൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കലാണ് ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കുന്നതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. കുറ്റകൃത്യങ്ങളിൽ ശാസ്ത്രീയവും കൃത്യതയുമാർന്ന പരിശോധന വേഗത്തിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 1,25,00,000 രൂപ ചെലവഴിച്ച് തിരൂരിൽ ഫോറൻസിക് ലാബ് സജ്ജമാക്കിയത്. തിരൂർ പോലീസ് ലൈനിലെ ഡിവൈഎസ്പി ഓഫീസിന് സമീപത്തായി ഒരുക്കിയ ലാബ് കെട്ടിടത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സൈബർ എന്നിങ്ങനെ 4 ഡിവിഷനുകളാണ് പ്രവർത്തിക്കുക. ആദ്യഘട്ടത്തിൽ സൈബർ ഡിവിഷൻ ഒഴികെയുള്ളവ പ്രവർത്തന സജ്ജമാകും. നിലവിൽ ജില്ലയിൽ നിന്നും ഫോറൻസിക് പരിശോധനകൾക്കായി തൃശൂരിലെ റീജിയണൽ ലാബിനെയാണ് ആശ്രയിക്കുന്നത്. ഇത് പരിശോധനകളുടെ ഫലം വൈകുന്നതിന് ഇടയാക്കിയിരുന്നു. തിരൂരിലെ പുതിയ ലാബ് സജ്ജമാകുന്നതോടെ ജില്ലയിലെ DNA പരിശോധന, നുണ പരിശോധന എന്നിവ ഒഴികെയുള്ള മുഴുവൻ പരിശോധനകളും ഇവിടെ സാധ്യമാകും. 3 സയന്റിഫിക് ഓഫീസർമാരുടെ സേവനമാണ് നിലവിൽ ലാബിലുണ്ടായിരിക്കുക. ആധുനിക രീതിയിലുള്ള ലാബ് കെട്ടിടത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, റിസപ്ഷൻ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. പോലീസിന് പുറമെ എക്സൈസ്, വനംവകുപ്പുമായി ബന്ധപ്പെട്ട കേസുകളിലും സഹായിക്കാവുന്ന വിധത്തിലാണ് തിരൂരിലെ ലാബ്. തിരുവനന്തപുരത്തുള്ള സ്റ്റേറ്റ് ഫോറൻസിക് ലാബ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ പ്രദീപ് സജി, തൃശൂരിലെ റീജിയണൽ ഫോറൻസിക് ലാബ് ജോയിന്റ് ഡയറക്ടർ KP സുലൈക്ക, തിരൂർ ഡിവൈഎസ്പി KS സുരേഷ് ബാബു, CI ഫർഷാദ്, മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു.